അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ ക്രമക്കേടുകളുമടക്കം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നുവെന്ന് റിപ്പോർട്ട്. പോലീസ് ആസ്ഥാനത്ത് കേസിന്റെ അന്വേഷണ ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവി DGP ഷെയ്ഖ് ദർവേസ് സാഹിബ് നേരിട്ടാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. കേസിന്റെ അന്വേഷണ ചുമതലയിലുള്ള IG സ്പർജൻ കുമാർ, SP-മാരായ മധുസൂദനൻ എന്നിവരും സ്ഥലത്തുള്ളതായാണ് വിവരം. ADGPക്കെതിരെ ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരെയും സംരക്ഷിക്കില്ല, അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം തീരുമാനമെടുക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് ഭരണകൂടത്തിന്റെ ഭാഗമാണെന്നും ഇടതുമുന്നണിയുടേതല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങൾ കള്ളവാർത്ത പ്രചരിപ്പിക്കുകയാണെന്നും ADGPക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ബന്ധു RSS നേതാക്കളെ കണ്ടുവെന്ന വാർത്ത അസംബന്ധമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ബിനോയ് വിശ്വം. ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളെ ഊഴമിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനമെന്താണെന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ADGPക്കെതിരായ അന്വേഷണത്തിന് സമയം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാം. അതിനർത്ഥം അന്വേഷണം അനന്തമായി നീണ്ടുപോകാമെന്നല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നിലപാടിനെതിരെ മുതിർന്ന CPI നേതാവ് ഇസ്മായിൽ. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അജിത് കുമാറിനെ മാറ്റാതെ നടത്തുന്ന അന്വേഷണത്തിൽ കാര്യമില്ലെന്നും RSS നേതാക്കളെ കണ്ടത് ഗുരുതര വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു. CPMനെയും മുഖ്യമന്ത്രിയെയും തിരുത്താൻ ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾക്ക് കഴിയുന്നില്ലെന്നും അവർക്ക് നിലപാടുകൾ ബലികഴിച്ച് CPMന്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ട ഗതികേടാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. CPMലും LDFലും RSS സ്വാധീനം വർദ്ധിപ്പിച്ച് കാവ്യവൽക്കരണം ദ്രുതഗതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും RSSനോടുള്ള തീണ്ടിക്കൂടായ്മ CPM സൌകര്യപൂർവ്വം മറന്നുവെന്നും പ്രത്യയശാസ്ത്രപരമായ വെല്ലുവിളിയാണ് CPM നേരിടുന്നതെന്നും സുധാകരൻ ആരോപിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പത്രക്കാരെ കാണുമ്പോഴുള്ള ആവേശവും നിലപാടും പിണറായി വിജയനെ കാണുമ്പോഴില്ലെന്നും പിണറായിയെ കണ്ടതോടെ മുട്ടിടിച്ച് നിലപാട് മാറ്റിയെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇത്ര നാണം കെട്ട് LDF സംവിധാനത്തിൽ തുടരുന്നത് CPIയുടെ ഗതികേടാണെന്നും ADGPക്കെതിരെ ഒരു ചെറുവിരലനക്കാൻ മൊത്തം LDF സംവിധാനം വിചാരിച്ചിട്ടും സാധിച്ചില്ലെന്നും മുഖ്യമന്ത്രിക്ക് മേൽ LDFനേക്കാൾ സ്വാധീനമാണ് ADGPക്കെന്നും ചെന്നിത്തല ആരോപിച്ചു. KSRTC ജീവനക്കാർക്ക് 1.5 വർഷത്തിന് ശേഷം ഒറ്റത്തവണ ശമ്പളം. സർക്കാർ നൽകിയ 30 കോടിയും KSRTCയുടെ വരുമാനമായ 44.52 കോടിയും ചേർത്താണ് വിതരണം. ഇന്ന് വൈകിട്ടോടെ മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഫെഫ്ക. കമ്മിറ്റി കേൾക്കേണ്ടവരെ കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. ഹേമ കമ്മിറ്റി WCCയെ മാത്രമാണ് കണ്ടതെന്നും മറ്റ് സിനിമാ സംഘടനകളെ ഒഴിവാക്കിയെന്നും ഉണ്ണികൃഷ്ണൻ ആരോപിക്കുന്നു. ഇതെല്ലാം വ്യക്തമാക്കുന്നത് കൃത്യമായൊരു ഒഴിവാക്കൽ നടന്നിട്ടുണ്ടെന്നാണെന്ന് ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. ഈ ഓണം 100ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ബെവ്കോ ജീവനക്കാർക്ക് റെക്കോർഡ് ഓണം ബോണസ് തുകയ്ക്ക് ശുപാർശ. ബീവറേജ് കോർപ്പറേഷനാണ് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ബോണസായി നൽകിയത്
90,000 രൂപയായിരുന്നു. ലേബലിംഗ് തൊഴിലാളികൾ വരെയുള്ള ജീവനക്കാർക്കായിരിക്കും തുക ലഭിക്കുന്നത്. എന്നാൽ ഓണം ബോണസ് സംബന്ധിച്ച ഓർഡർ പുറത്തിറങ്ങിയിട്ടില്ലെന്നാണ് ബെവ്കോ അധികൃതർ പ്രതികരിച്ചത്. PV അൻവറിനെയും KT ജലീലിനെയും അവഗണിച്ച് ഒറ്റപ്പെടുത്തുക എന്ന നയം മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നതിനാൽ ഇവർക്ക് അധികനാൾ CPM പാളയത്തിൽ തുടരാനാവില്ലെന്ന് ചെറിയാൻ ഫിലിപ്പ്. വർഗീയ പ്രീണന രാഷ്ട്രീയത്തിന് തങ്ങളെ CPMന് ഇനി ആവശ്യമില്ലെന്ന് അൻവറിനും ജലീലിനും അറിയാവുന്നതുകൊണ്ടാണ് കലാപമുണ്ടാക്കി രക്തസാക്ഷിത്വം വരിക്കാൻ അവർ ശ്രമിക്കുന്നത്. LDFൽ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട ഇവർ മുങ്ങുന്ന കപ്പലിൽ നിന്നും എടുത്തുചാടാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോഴിക്കോട് പാലേരി വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 50ഓളം കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ കൂൾബാറുകൾ അടച്ചിടാൻ ചങ്ങരോത്ത് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി. കുട്ടികളെല്ലാം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്കൂൾ കിണറിലെ വെള്ളത്തിൽ നിന്നല്ല രോഗം പകർന്നതെന്ന് പരിശോധനാഫലത്തിൽ വ്യക്തമായി. അപകടത്തിൽ പരിക്കേറ്റ് 6 മാസത്തോളമായി കോമാസ്ഥിതിയിൽ കഴിയുന്ന 9 വയസ്സുകാരുടെ ദുരിതവും പോലീസ് അനാസ്ഥയും സംബന്ധിച്ച സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ജസ്റ്റിസ് PG അജിത് കുമാർ, അനിൽ K നരേന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് കേസെടുത്തത്. ഇന്ന് കോടതി കേസ് പരിഗണിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് 9 വയസ്സുകാരി ദുഷാന ചികിത്സയിൽ കഴിയുന്നത്. കുട്ടിയെ ഇടിച്ചിട്ട ശേഷം കടന്നുകളഞ്ഞ കാർ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഡയാലിസിസുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതിലും വൈകുന്നതിലും പ്രതിഷേധിച്ച് രോഗികളും ബന്ധുക്കളും തൃശൂർ ജനറൽ ആശുപത്രിയിൽ ഉപരോധ സമരം നടത്തി. ആശുപത്രി RMO ഡോക്ടർ നോബിൾ J തൈക്കാട്ടിലിനെയാണ് ഉപരോധിച്ചത്. അതേസമയം അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. പുതിയ 4 മെഷീനുകൾ എത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടമായതിനൊപ്പം വാഹനാപകടത്തിൽ പ്രതിശ്രുത വരനായ ജെൻസനെയും നഷ്ടമായ ശ്രുതിക്ക് ആവശ്യമായ എല്ലാ കരുതലും ഒരു മകളുടെ സ്ഥാനത്ത് കണ്ട് നിറവേറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശ്രുതിയുടെ ജോലിക്കാര്യം മുഖ്യമന്ത്രിയോട് പറയുമെന്നും സതീശൻ പറഞ്ഞു. ശ്രുതിക്ക് കരുത്തായി എന്നും ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്ന ജെൻസന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞു. ശേഷം അമ്പലവയൽ ആണ്ടൂരിലേക്ക് ജെൻസന്റെ മൃതദേഹം കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് 3 മണിക്ക് ആണ്ടൂർ നിത്യസഹായമാത പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. മോട്ടോർ വാഹനങ്ങളിൽ അംഗീകൃത വ്യവസ്ഥകൾക്കനുസരിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിക്കാമെന്ന് ഹൈക്കോടതി. അങ്ങനെ ചട്ടം പാലിച്ച് കൂളിംഗ് ഫിലിം പതിപ്പിച്ചതിന്റെ പേരിൽ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കാനാകില്ലെന്നും ജസ്റ്റിസ് N നഗരേഷ് വ്യക്തമാക്കി. മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ഭേദഗതി പ്രകാരം വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും വശങ്ങളിലും സേഫ്റ്റി ഗ്ലാസുകൾക്ക് പകരം സേഫ്റ്റി ഗ്ലേസിംഗ് കൂടി ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട്. കല്ലുമ്മക്കായുടെ ജനിതക രഹസ്യം കണ്ടെത്തി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം. ക്രോമസോം തലത്തിൽ കല്ലുമ്മക്കായുടെ ജനിതക ശ്രേണീകരണം CMFRI വിജയകരമായി പൂർത്തിയാക്കി. കല്ലുമ്മക്കായുടെ കൃഷിയിൽ വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നതാണ് കണ്ടെത്തൽ. ജലാശയ മലിനീകരണം എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഭാവിയിൽ ക്യാൻസർ ഗവേഷണങ്ങളെ സഹായിക്കാനും നേട്ടം ഉപകരിക്കുമെന്ന് CMFRI അറിയിച്ചു. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ, 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട്ടിലെ മധുരയിൽ വനിതാ ഹോസ്റ്റലിൽ തീപിടുത്തം. 2 യുവതികൾ മരിച്ചു. പൊള്ളലേറ്റ 5 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരിൽ ഒരാൾ അധ്യാപികയാണ്. ഹോസ്റ്റലിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം എന്നാണ് പ്രാഥമിക നിഗമനം. തമിഴ്നാട് കടലൂരിൽ വാഹനാപകടത്തിൽ 5 പേർ മരിച്ചു. 2 സ്ത്രീകളും 3 ആൺകുട്ടികളുമാണ് മരിച്ചത്. കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. മരിച്ചവർ മയിലാടുതുറ സ്വദേശികളെന്നാണ് ലഭിക്കുന്ന വിവരം. രോഗിയായ ബന്ധുവിനെ സന്ദർശിക്കാനായി പോയതായിരുന്നു. തിരികെ വരും വഴിയാണ് അപകടം നടന്നത്. തെക്കൻ മുംബൈയിലെ ലേലശാലയിൽ നിന്ന് പ്രശസ്ത ചിത്രകാരൻ SH റാസയുടെ പ്രകൃതി എന്ന പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടു. തെക്കൻ മുംബൈയിലെ ദല്ലാർത്ത് പിയറിലെ ലേലശാലയിൽ സൂക്ഷിച്ചിരുന്ന പെയിന്റിംഗാണ് മോഷണം പോയിരിക്കുന്നത്. 2.5 കോടി രൂപ വില വരുന്നതാണ് ഈ ചിത്രം. ലേലശാലയുടെ സംഭരണശാലയിൽ സൂക്ഷിച്ചിരുന്ന പെയിന്റിംഗാണ് കാണാതായിട്ടുള്ളത്.
സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വീട്ടിൽ നടന്ന ഗണപതി പൂജയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചീഫ് ജസ്റ്റിസിനും പത്നി കൽപ്പനാദാസിനുമൊപ്പമാണ് അദ്ദേഹം പൂജയിൽ പങ്കെടുത്തത്. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി സമൂഹമാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ കാൺപൂരിന് സമീപം ഗുജനിയിൽ ദേശീയപാതയിൽ സ്ത്രീയുടെ തലയില്ലാത്ത നഗ്നശരീരം കണ്ടെത്തി. ബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം തലവെട്ടി മൃതദേഹം ദേശീയപാതയിൽ ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്നാൽ മൃതദേഹം ലഭിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല. 3 സംഘങ്ങളായാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്. വിമാനത്താവളത്തിലെ ടാക്സിവേയിൽ 2 വിമാനങ്ങൾ കൂട്ടിയിടിച്ചു. യുഎസിലെ അറ്റ്ലാന്റ എയർപോർട്ടിൽ ചൊവ്വാഴ്ചയാണ് സംഭവം ഉണ്ടായത്. 2 ഡെൽറ്റ എയർലൈൻസ് വിമാനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.